നമുക്ക് ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നവ്യ ഒരു തീരുമാനം എടുത്തു. അബി ചതിയനാണെങ്കിൽ, അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ നെഞ്ചി താൻ ആദ്യം കത്തി കുത്തി ഇറക്കും, അവനെ താൻ തീർക്കും, എന്നിട്ടോ താൻ ഇല്ലാതാവുള്ളൂ. പക്ഷെ സത്യം കണ്ടെത്തണം. അതുവരെ ഇപ്പൊ ഒന്നും ചെയ്യണ്ട എന്നൊരു തീരുമാനം എടുക്കണം. ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. എന്താണെങ്കിലും അതേ കാലം ഒന്നും അവനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം മതി എന്തെങ്കിലും ചെയ്യാന് എന്നൊക്കെ ഒരു തീരുമാനം നവ്യ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഒരു പക്ഷേങ്കില് 99% അവന്റെ കുഞ്ഞാവാനാണ് സാധ്യത. ഇനി 1% തന്നെ അബിയുടെ ജീവിതം ഇല്ലാതാക്കാനായിട്ട് ആരെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് കളിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തുക തന്നെ വേണം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ. നവ്യയുടെ മനസ്സിൽ ഈ സമയത്ത് കനകയ്ക്ക് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക. എങ്ങനെയായെന്ന് അറിയത്തില്ല. നവ്യയുടെ കാര്യം എത്രയൊക്കെയാന്ന് പറഞ്ഞാലും പറഞ്ഞു. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോ നവ്യയെക്കുറിച്ച് ഒരു പേടി ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നയന ദേവേനെ വിളിക്കുവാണ്. ദേവേനെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മേ എന്തായി, നവ്യേച്ചി അവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേന് പറഞ്ഞു, ഇല്ല മോളെ, ഇതുവരെ ആയിട്ടും അവളൊന്നും പറഞ്ഞായിട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും നയന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്തൊക്കെയോ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് തോന്നേ. ഒരു പക്ഷെ അതായിരിക്കും ചേച്ചി ഒന്നും പറയാതിരിക്കണേന്ന് പറഞ്ഞു. അതെ, ചിലപ്പോൾ ഇനി അവളത് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ നിന്റെ അമ്മ കള്ളത്തരം പറഞ്ഞാന്ന് കരുതിയിട്ടായിരിക്കും അവളൊന്നും ചോദിക്കാതിരിക്കണേന്ന് പറഞ്ഞു. നയന പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെയായിരിക്കും, എന്നാലും സാരമില്ല. അങ്ങനെയാണെങ്കിൽ സമാധാനമുണ്ട്. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ, അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെന്ന് പറഞ്ഞു. ദേവേനി പറഞ്ഞു, അബിയുടെ സ്വഭാവം അറിയാലോ, അവൻ തീരേണ്ടവനാ. അവൻ അത്രയ്ക്ക് മാത്രം കള്ളത്തരോ കാണിച്ചു കൂട്ടുന്നേ. പക്ഷേ എങ്കില് നവ്യയുടെയും കുഞ്ഞിന്റെ കാര്യം ഓർത്ത് കഴിയുമ്പോൾ അവള് സത്യങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. അതുകൊണ്ട് അവളെ അധികം അങ്ങോട്ട് കുറ്റപ്പെടുത്താനും പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സമയം അബിയാണെങ്കിൽ വല്ലാത്ത ടെൻഷനില്ല. എന്ത് ചെയ്യാൻ പറ്റും? നവ്യയാണ് കാര്യമായിട്ടൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ എങ്കിൽ നവ്യയുടെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന്. മുഖത്ത് നോക്കി ചോദിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. മിക്കവാറും താൻ ഉറയും കിടക്കുമ്പോൾ തന്റെ കഴുത്തെ കത്തി വെക്കുവോന്ന് പോലും അബി ഭയന്നുപോയി. ആ ഒരു പേടി ഉണ്ടായിരുന്നു അബിക്ക്. അതുകൊണ്ടാണ് മുറിയിലുണ്ടായിരുന്ന കത്രികയും ബ്ലേഡ് വരെ എടുത്ത് മാറ്റിയത്. പക്ഷെ പൊട്ടൻ അബിക്ക് അറിയില്ലല്ലോ അടുക്കളയിൽ പോയാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ ഈ കത്തി എന്നൊക്കെയുള്ള കാര്യം. അങ്ങനെ അബി വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ നവ്യ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചോദിക്കാനൊന്നും പോയില്ല. അബിക്ക് സമാധാനമായി. ചിലപ്പോൾ ഇനി വേറെന്തേലും കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണോ, അതുകൊണ്ടാണോ? ഇനിയിപ്പൊ താന് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അവൾക്ക് സംശയം. അതുകൊണ്ട് മാത്രം അബി ചോദിക്കാൻ പോയില്ല. പിന്നീട് ജലജയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അമ്മേ അവൾ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, അങ്ങനെയാണ് നീ കൂടുതൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് അവളുടെ മുഖം കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ല, പേടിക്കേണ്ട കാര്യമില്ലെന്നാ തോന്നേന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവന്തിക അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ അവന്തിക അറിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ, നവ്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള സത്യങ്ങളൊക്കെ അവന്തിക അറിയണം. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവന്തിക്ക് ഒരു കാര്യം മനസ്സിലായി. മിക്കവാറും അഭിയന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അത് പാടില്ല, എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ. ഒടുവിൽ അവന്തിക എന്ത് ചെയ്തു? അവന്തിക നേരെ നാഗേന്ദ്രനെ കാണാൻ വെച്ചു പിടിക്കുക. അങ്ങനെ നാഗേന്ദ്രന്റെ അടുത്ത് ചെന്നു. നാഗേന്ദ്രന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറയണ, അച്ഛാ നവ്യ അറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ, അഭിയേട്ടന്റെ കുഞ്ഞാണ് ചന്തു എന്നുള്ള കാര്യങ്ങളൊക്കെ, മിക്കവാറും ഇത് പ്രശ്നമാവെന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെ അറിയാൻ പാടില്ല മോളെ. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രശ്നവും അബിയുടെ ജീവന് തന്നെ ആപത്താണ്. അതുകൊണ്ട് അവനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ, ഈ ഊരാ കുടുക്കിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടതും അവന്തി പറഞ്ഞു, അതെ അച്ഛാ, അത് മാത്രല്ല തൽക്കാലത്തേക്ക് അവർ സത്യങ്ങളൊന്നും തിരിച്ചറിയാനായിട്ട് പാടില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അതെ, വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്യാം, ഞാൻ ഡേവിഡിനെ വിളിച്ച് സംസാരിക്കാം, ഡേവിഡ് അത് വേണ്ട പോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഡേവിഡിനെ നാഗേന്ദ്രൻ വിളിപ്പിച്ചു. നാഗേന്ദ്രൻ വിളിച്ചിട്ട് ഡേവിഡിനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഡേവിഡെ, നവ്യനെ വിളിക്കണം, നവ്യയെ വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുകയാണ്. ഞാൻ പറയുന്ന പോലെ തന്നെ നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഡേവിഡ് പറഞ്ഞു, ശരി സാർ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. സത്യങ്ങൾ കുറച്ച് നാളും കൂടെ മൂടി വെക്കണം, കാരണം അബിയെ ഒന്ന് രക്ഷിച്ചെടുക്കണം. അതിനുശേഷം പിന്നെ നവ്യനെ തള്ളിക്കളയാം. നവ്യ സത്യം കളഞ്ഞാലും പ്രശ്നമില്ല, പക്ഷെ അതിനു മുമ്പ് അബിയെ തനിക്കൊരു പൊസിഷനിൽ എത്തിക്കണം, അവനെ തനിക്ക് രക്ഷിച്ചുകൊണ്ട് പോകണം, തന്റെ മോനൊരു ആപത്ത് സംഭവിച്ചുകൂടാ എന്നൊരു ചിന്തയായിരുന്നു നാഗേന്ദ്രന്റെ മനസ്സിൽ. കാരണം പ്രതികാരം ചെയ്യണമല്ലോ അനന്തപുരിക്കാരോട്. ഇതൊന്നും പക്ഷെ നവ്യ അറിയുന്നുണ്ടായിരുന്നില്ല. ഒടുവില് നവ്യ ഡേവിഡ് വിളിക്കുവാണ്. ഡേവിഡ് വിളിച്ചൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നവ്യ ചെന്നു കഴിഞ്ഞിട്ട് സംസാരിക്കുന്ന സമയത്ത്
നവ്യയോട് ഡേവിഡ് ചോദിച്ചു, എന്ത് പറ്റി? ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്തിയെ? അബിനെ കണ്ടില്ലോ, ഞാൻ കരുതി അബിയും കൂടെ കൂടെ വരുമായിരിക്കുന്നു. അപ്പോഴേക്കും നവ്യ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് ഡേവിഡ് പറഞ്ഞു, അല്ല 1-ാം തീയതി അബി എന്തായാലും ജോയിൻ ചെയ്യാൻ വരത്തില്ലേന്ന് ചോദിച്ചു. ആ സമയത്ത് നവ്യ പറഞ്ഞു, ആ കാര്യത്തിൽ സംശയമുണ്ട് സാറേ എന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഡേവിഡ് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അവളുടെ നാവിൽ നിന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. ഒടുവിൽ ഡേവിഡ് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നവ്യ എന്നോടൊന്നും വിചാരിക്കില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യ പറഞ്ഞു, സാർ എന്താന്ന് വെച്ചാൽ പറഞ്ഞു, നവ്യയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, അതെന്താന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. എന്താ സാറേ കാര്യം എന്താന്ന് ചോദിച്ചു. അത് നവ്യ ഇപ്പം ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. അബിയുടെ കുഞ്ഞാണ് ചന്തുമോള്. അങ്ങനെ ഒരു ചിന്ത നവ്യയുടെ മനസ്സിലില്ലെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സാർ അറിഞ്ഞെന്നൊരു ചിന്തയായിരുന്നു. അപ്പോഴേക്കും നവ്യ ചോദിച്ചു, അല്ല ഡേവിഡ് സാറിന് ഇതെങ്ങനെ അറിയാം? അത് പക്ഷേങ്കിൽ സത്യമല്ല, അബിയുടെ കുഞ്ഞല്ല ചന്തുമോളെന്ന് പറഞ്ഞു. കുഞ്ഞല്ലെന്നോ? അതെ കുഞ്ഞല്ലാന്ന് പറഞ്ഞു. അല്ല അതെങ്ങനെ സാറിന് എത്ര ഉറപ്പിച്ച് പറയാൻ കഴിയുന്നേ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരാളെ കമ്പനിയിലേക്ക് എടുക്കുമ്പോൾ അവരുടെ സർവേ ഡീറ്റെയിൽസും അന്വേഷിച്ചിട്ടാണ് നമ്മൾ എടുക്കത്തുള്ളൂ. അബി ആള് പാവമാണ്. പിന്നെ അബിയെ തകർക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ചതി വന്നിരിക്കുന്നത്. നവ്യ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോയിക്കോ. അബിയുടെ കുഞ്ഞല്ല ചന്തുമോള്, ആ ഒരു ഉറപ്പ് ഞാൻ തരാന്ന് പറഞ്ഞു. നവ്യക്ക് കേട്ടത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു പക്ഷേങ്കിൽ സാറ് പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ സാറ് തന്നോട് കള്ളത്തരം പറയേണ്ട കാര്യം എന്താ? അതോ അബിയും ഈ കമ്പനി നമ്മളൊരു ബന്ധമില്ലതാനും? നവ്യയുടെ അങ്ങനെ കാര്യങ്ങളൊക്കെ അയാൾ പറയണം. ഒടുവിൽ നവ്യക്ക് തോന്നി ചിലപ്പോൾ ശരിയായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നവ്യ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് വന്നിട്ട് നവ്യ വീട്ടിൽ ആലോചിക്കുന്നുണ്ട്, ഇതിന്റെ പിന്നിൽ ഇനിയിപ്പോൾ അബി ആയിരിക്കുമോ, അവനും ചെന്നിട്ട് സാറിനോട് പറഞ്ഞിട്ട് സാറിനെ കൊണ്ട് പറയിച്ചതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണുന്നുണ്ട്. അതിനും ചാൻസ് ഉണ്ട്. അവന്റെ കാര്യമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് ഇത് വിശ്വസിച്ചെന്ന് വരുത്തി തീർത്ത് മുന്നോട്ട് പോവാം എന്നൊക്കെ നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഒടുവിൽ അബിക്ക് പോയി ജോയിൻ ചെയ്യേണ്ട ദിവസം എത്തി. രാവിലെ തന്നെ അബി എഴുന്നേറ്റ് റെഡിയാവാണ്. ഈ സമയത്ത് ജലജ അങ്ങോട്ട് വന്നു. ജലജ വന്നിട്ട് ചോദിച്ചു, അല്ല മോനെ ഇന്നലെ നിനക്ക് ജോയിൻ ചെയ്യണ്ടേ? അതേമേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവ്യയും കൂടെ എഴുന്നേറ്റു. നവ്യ എഴുന്നേറ്റ് പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് പൂജാമുറിലേക്ക് കയറി. നവ്യാണ് പൂജയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോഴേക്കും ജലജയും അബിയും കൂടെ അങ്ങോട്ട് വന്നു. അങ്ങനെ അബിക്ക് വേണ്ടി പ്രത്യേക പൂജയൊക്കെ നടത്തിയാണ് നവ്യ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ആദ്യത്തെ ദിവസമാണല്ലോ. അപ്പൊ അബിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇവള് പഴയതൊക്കെ മറന്നുപോയി, അല്ലെങ്കിൽ അതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് പോയി ജോലി ചെയ്യാം. പക്ഷെ നവ്യയുടെ മനസ്സിൽ അതിങ്ങനെ വേറൊടച്ചെന്നുണ്ടെന്ന കാര്യം അവനറിയില്ല. സത്യങ്ങൾ തെളിയിക്കണം, അതുവരെ അവൻ ഇങ്ങനെ നടക്കട്ടെ എന്നൊരു ചിന്താഗതിയായിരുന്നു. അപ്പം അഭി നോക്കിക്കഴിഞ്ഞപ്പോൾ നവ്യ പ്രത്യേകിച്ച് ഭാവപ്രകടനങ്ങളൊന്നും നടത്തുന്നില്ല. അതിനർത്ഥം അവൾക്ക് തന്നെ സംശയമില്ല എന്നൊരു ചിന്താഗതിയായിരുന്നു. പക്ഷെ നവ്യ റൂട്ട് മാറ്റി പിടിക്കുകയാണ്. നവ്യക്ക് അറിയണമായിരുന്നു ഈ പറയുന്ന ഡേവിഡ് സാറ് പറഞ്ഞേ, അതുപോലെ തന്നെ തൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതിൽ ആര് പറയുന്ന ആ സത്യം എന്നുള്ള കാര്യം ഒരു പക്ഷേങ്കിൽ DNA ടെസ്റ്റ് നടത്തി നോക്കുവാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് നവ്യ ആ കാര്യം ഓർക്കുന്നത്. നവ്യയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവളെ സമീപിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരിക്കും. അങ്ങനെ ഒടുവിൽ നവ്യയുടെ ഒരു ഫ്രണ്ടിനെ വിളിപ്പിച്ച് കാണണമെന്ന് പറയണം അത്യാവശ്യമായിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം അറിയണം എന്ന് പറഞ്ഞു. അല്ല നിനക്കിപ്പോൾ എന്താ അറിയണ്ടേന്നൊക്കെ ചോദിച്ചു. നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരണം എന്ന് പറഞ്ഞു. അത് ഒരു DNA ടെസ്റ്റ് നടത്താനുണ്ടെന്ന് പറഞ്ഞു. ഒരു അച്ഛൻ്റെ മോളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവ്യ ചോദിച്ചു, അല്ല ഇപ്പം എന്താ പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ ഒരു തോന്നല്, ആരുടെ എന്താന്നൊക്കെ ചോദിച്ചു. അതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെയാ, നീ അതെനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഒരു കുടുംബം നശിക്കാൻ പോകുന്ന കാര്യമാണ്. ആ പെൺകുട്ടി പാവ, അവളെ ഇനിയിപ്പോൾ അവളുടെ ഭർത്താവ് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യാം, DNA സാമ്പിൾ കൊണ്ടുവന്നാൽ മതി, ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ നവ്യ പറഞ്ഞു, രഹസ്യമായിരിക്കണം, ആരും ഇത് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. അറിയാലോ നയനെ ആരും അറിയാൻ പാടില്ല. അപ്പം നവ്യയുടെ ഫ്രണ്ട്സിനെയൊക്കെ നയനയ്ക്കും അറിയാലോ, അതുകൊണ്ട് അവരൊന്നും ആരും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. ശരി ഞാൻ ആരോടും ഇത് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നവ്യ എന്ത് ചെയ്തു, അബിയുടെ മുടിയിഴയൊക്കെ എടുക്കുകയാണ്. അതുപോലെ തന്നെ ചന്തുമോളുടെ. അപ്പം ചന്തുമോളോട് സ്നേഹം ഭാവിച്ച് അടുത്ത് ചെന്നു. പിന്നീട് അവളുടെ മുടിയൊക്കെ ചീവി കൊടുക്കാമെന്നും പറഞ്ഞു എന്നാൽ അങ്ങനെ മുടി കളക്ട് ചെയ്യുന്നേ. അതൊക്കെ കളക്ട് ചെയ്തിട്ട് അവളുടെ കൈ കൊണ്ടേ കൊടുക്കുകയാണ്. സാമ്പിളൊക്കെ കൊണ്ടേ കൊടുത്തു. പിന്നീട് നവ്യക്ക് ടെൻഷനായിരുന്നു. എങ്ങനെയാവും എന്താണെന്നും അറിയത്തില്ലല്ലോ കാര്യങ്ങളൊക്കെ. ഒരു പക്ഷേങ്കിൽ തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന വിധിയാണോ വരാൻ പോകുന്നത്. പക്ഷെ ഇതൊന്നും ഈ പറയുന്ന അബിയോ ആ കുടുംബത്തിൽ ആരുമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല.
ആ സമയം അവന്തിക ഭയങ്കര സന്തോഷത്തില നവീനുമായിട്ടുള്ള തന്റെ കല്യാണം നടക്കുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ഒടുവില് അവന്തികയോട് നവീൻ ആ കാര്യങ്ങൾ തുറന്നു പറയാണ്. അതെ, എന്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയുണ്ട്, അവളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന്തിക്ക് വല്ലാത്തൊരു തിരിച്ചടിയായിരുന്നു. ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, അത് പിന്നെ നവീനേട്ടാ, അതെ ഇനിയെങ്കിലും ഞാൻ നിന്നോട് ഇത് പറഞ്ഞില്ലെങ്കിൽ നിന്നോട് ചെയ്ത ദ്രോഹമായിരിക്കും. എന്റെ മനസ്സിൽ അവള് മാത്രമേ ഉള്ളൂ, ആ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയെ കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവന്തിയെ കുറെ സ്വപ്നങ്ങൾ കണ്ട നവീനെ പോലൊരു നല്ലൊരു വക്കീൽ തന്റെ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ തനിക്കും തന്റെ കുടുംബത്തിനും തന്റെ അച്ഛനും ഒക്കെ സഹായമാകുമെന്ന് ഓർത്ത് കരുതിയിരുന്ന, പക്ഷെ വല്ലാത്തൊരു തിരിച്ചടി തന്നെയാണ് അവന്തിക്ക് കിട്ടുന്നത്. ഈ സമയത്ത് നവ്യ കാത്തിരിക്കുവാണ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒടുവിൽ റിസൾട്ട് കിട്ടുവാണ്. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ആ സത്യങ്ങളൊക്കെ അറിയണത് അബിയുടെ കുഞ്ഞ് തന്നെയാണ്. കാരണം ചന്തുമോളുടെ അബിയുടെയും കൂടെ DNA ടെസ്റ്റിന് റിസൾട്ട് വന്നപ്പോൾ അബിയുടെ കുഞ്ഞാന്നുള്ള കാര്യം നവ്യ അറിയണം. അപ്പം നവ്യക്ക് മനസ്സിലായി എല്ലാവരും തന്നോട് ചെയ്ത ചതി എത്ര വലുതാന്നുള്ള കാര്യം. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ നവ്യ വെറുതെ ഇരിക്കുമോ? നവ്യ ഒരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന്റെ വിശേഷങ്ങൾ ഇനി വരുന്ന ദിവസങ്ങൾ, അതിലിപ്പോൾ ഈ ആഴ്ച കാണിക്കുമോ അതോ ഇനി വരുന്ന ദിവസങ്ങളാണോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ഉണ്ടാവും. ഇപ്പം അബീനെ ഇങ്ങനെ പനപോള വളർത്തിക്കൊണ്ട് വരും നവ്യ. ഒടുവിലായിരിക്കും അബിക്കിട്ട് ആ തിരിച്ചടി കൊടുക്കുന്നത്. അങ്ങനെ കത്രയെ പോട്ടിട്ട് അബിയെ പൂട്ടുകയും ചെയ്യും. അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.